ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയാണെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്ക്. എന്തായാലും അവർ കഴിച്ചോളും, നമ്മളും ഹാപ്പിയാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2-3 ചേർത്ത് കൊടുത്താൽ മതി. അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കുക. അതിലേക്ക് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം അരിഞ്ഞതും ഒരു 1/4 കപ്പ് ക്യാരറ്റ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി കൂടുതൽ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാബേജ് അരിഞ്ഞത്, അതുപോലെ ഗ്രീൻ പീസ്, ബീൻസൊക്കെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇനി കുറച്ച് ക്രഷ് ചെയ്ത മല്ലി ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടാക്കിയിട്ട് ക്രഷ് ചെയ്തതാണ്. പിന്നെ 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചാട്ട് മസാല, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു ടൈമിൽ എരിവ് കൂടുതൽ വേണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുക. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഞാനിവിടെ പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കണേ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കണ്ടില്ലേ, നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. മസാല ചൂടോടുകൂടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. മസാലയും കൂടി ഇട്ടിട്ട് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉരുളക്കിഴങ്ങിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 പീസ് ബ്രെഡാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1-2 പീസ് ബ്രെഡ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഇതുപോലെയാണ് വേണ്ടത്. നല്ല കട്ടിയിലായിരിക്കണം, ഒട്ടും ലൂസാകാൻ പാടില്ലേ. ഇനി ഞാനിവിടെ ഒരു കുക്കീസിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. ഓയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് മിക്സ് വെച്ച് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഒരു ലെയർ പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള ട്രേ ഇല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റൊക്കെ ഉണ്ടാവില്ല, സ്റ്റീലിൻ്റെ പ്ലേറ്റ് അതിൽ വെച്ച് കൊടുത്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾ കട്ട്ലറ്റിനൊക്കെ പരത്തുന്നില്ലേ, ബോളാക്കിയിട്ട് പരത്തുന്ന അതുപോലെ ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ കുറച്ചുകൂടി അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒരു ലെയർ എടുത്തിട്ടുണ്ട്. ഇതിനി ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഈ ഒരു ടൈമിൽ നമുക്ക് മൈദ വെച്ചിട്ടൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. മൈദ അല്ലെങ്കിൽ കോൺഫ്ലവർ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിന്നായിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. നല്ലതുപോലെ ആ കട്ടയൊക്കെ ഒന്ന് മിക്സ് ആകുന്നവരെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഈ ഒരു പാകത്തിനാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതുപോലെ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി വേണം. ഒരു 6-7 പീസ് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് ഉരുളക്കിഴങ്ങിൻ്റെ. പെട്ടെന്ന് തന്നെ നമുക്കിത് കട്ട് ചെയ്തിട്ട്
കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്ന പോലെ ഈ മൈദ മിക്സിലും ബ്രെഡ് ക്രംസിലും ഓയിലിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ. പിന്നെ ഇത് കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ 1 മാസം വരെയൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മൈദ മിക്സിലും ബ്രെഡ് ക്രംസിലും കവർ ചെയ്തിട്ടും ഫ്രീസറിൽ വെച്ചിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഒരു സിപ്പ് ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചിട്ട് 1 മാസം വരെയൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ആവശ്യമുള്ളപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പേ എടുത്ത് പുറത്ത് വെക്കുക. എന്നിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. റംസാൻ മാസമൊക്കെ നല്ലതാണ്. നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ആ നോമ്പ് മുറിക്കുന്ന ടൈമിന് 1 മണിക്കൂർ അരമണിക്കൂറൊക്കെ മുമ്പ് എടുത്ത് പുറത്ത് വെക്കുക. എന്നിട്ട് ആ ഒരു ടൈം ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വെജിറ്റേറിയനൊക്കെ നല്ലൊരു സ്നാക്സ് തന്നെയാണ്. ഈ ബർഗറൊക്കെ ആക്കി കഴിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബണ്ണിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇത് കഴിക്കാനും നല്ലതാണ്. ചീസൊക്കെ വെച്ചിട്ട് ഒരു പാറ്റീസ് പോലെയായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മുടെ മൈദ മിക്സിയിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തിട്ട് നന്നായിട്ട് കവർ ചെയ്യണേ. നന്നായിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പീസസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാനൊരു 3 ഉരുളക്കിഴങ്ങാണ് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും 3 ഉരുളക്കിഴങ്ങ് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല. ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. പകുതി ഫ്രീസറിലേക്ക് മാറ്റിയെന്ന്. അപ്പോൾ ഈ ബ്രെഡ് ക്രംസൊക്കെ കവർ ചെയ്യുമ്പോൾ നല്ലതുപോലെ എല്ലാ ഭാഗത്തും ഒരുപോലെ കവർ ചെയ്യണേ. അല്ലെങ്കിൽ നമ്മൾ ഓയിലിട്ടുമ്പോൾ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതായത് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്യണേ. അപ്പോൾ എല്ലാം ബ്രെഡ് ക്രംസിലും മൈദ മിക്സിലൊക്കെ കവർ ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ പുറം ഭാഗം ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി കിട്ടിയാൽ മതി. ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ. അപ്പോൾ ആ പുറം ഭാഗം ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഇതുപോലെ തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള അടിപൊളി സ്നാക്സ് ഇവിടെ റെഡിയാണ്. ഇത്രയും സിമ്പിളായിട്ടുള്ള ഈ ഒരു സ്നാക്സ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചിലർക്കൊക്കെ അറിയുന്നതായിരിക്കും. പിന്നെ നമുക്കിതിൽ വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഏത് വേണമെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കുക. കുട്ടികളെ കൊണ്ട് വെജിറ്റബിൾസ് കഴിപ്പിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്സ് തന്നെയാണ്. അവരെന്തായാലും കഴിച്ചോളൂ. ഈ ബർഗറൊക്കെ ഇഷ്ടമാണെങ്കിൽ അവർക്ക് ഇത് ബണ്ണിൻ്റെ നടുക്ക് വെച്ചിട്ട് സോസും മയോണൈസൊക്കെ വെച്ചിട്ടെല്ലാം കൊടുക്കുകയാണെങ്കിൽ കുറച്ചൊന്നും വെജിറ്റബിൾസ് ഇതിലുണ്ടല്ലോ. അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ വയറ്റിലേക്ക് പോയിക്കോളും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. അതുപോലെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.